Assalamu alaikum, welcome to my channel. ഇന്നത്തെ സ്പെഷ്യൽ റവ ഇട്ടാണ്. റവ കൊണ്ട് സ്പൈസി ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാലെടുത്ത് അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കുക. ഇതൊരു 10 മിനിറ്റ് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി പാനിൽ ഓയിൽ ഒഴിച്ച് അതിലേക്കൊരു 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് വഴന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് വേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത്. ഈ 2 പച്ചമുളക് ചതച്ച കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി കൊണ്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കാൽ കപ്പ് ക്യാരറ്റ് നല്ലോണം ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കൂടുതലായിട്ടൊന്നും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ മസാല റെഡിയായി. ഇനി നമ്മളൊരു ബൗളിലോട്ട് 1 കപ്പ് റവ ചേർക്കുക. അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഇനി 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇതൊരു 10 മിനിറ്റോളം നമ്മളിത് മാറ്റി വെക്കണം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിക്കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇതുപോലത്തെ റിങ് ഇറക്കി വെച്ച് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ടിന്നിലൊന്ന് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെക്കുക. അപ്പോൾ റവ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇനി 1/4 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ വെച്ച മസാല ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇതിലോട്ട് ചേർക്കുക. ഇനി ഇത് ടിന്നിലൊഴിച്ച് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതൊന്ന് ഇറക്കി വെച്ച് മൊത്തം 45 മിനിറ്റ് വേണം. ഫസ്റ്റിലൊരു 10 മിനിറ്റ് നമ്മൾ ഫുൾ സ്പീഡിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കണം. പിന്നീട് അത് ചെറിയ മീഡിയം ഹീറ്റിലേക്ക് മാറ്റണം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സ്പൈസി ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.